ഇത്രയും നാൾ നമ്മൾ കണ്ടത് ഓടിപ്പോകുന്ന, പേടിച്ചരണ്ട, വീടും കുടിയും ഉപേക്ഷിച്ച് അതിർത്തിയിലേക്ക് ജീവനും കൊണ്ട് പായുന്ന ഒരു ജനതയായിരുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, സീൻ മാറിയിരിക്കുകയാണ്. ബംഗ്ലാദേശിന്റെ തെരുവുകളിൽ ഇപ്പോൾ കേൾക്കുന്നത് നിലവിളിയല്ല, മറിച്ച് വലിയൊരു ഗർജനമാണ്. അടി കിട്ടിയാൽ തിരിച്ചു തല്ലാനും വെട്ടും കുത്തും കൊണ്ട് വീഴുന്നതിന് മുൻപ് അങ്ങോട്ട് കയറി ചോദിക്കാനും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. എവിടെ നിന്നാണ് ഈ ഊർജം വന്നിരിക്കുന്നത്? ആരാണ് ഇതിന് പിന്നിൽ? ധാക്കയിലും ചിറ്റാഗോഗിലും ലക്ഷക്കണക്കിന് ആളുകൾ കൈകോർത്ത് തീർത്ത ആ മനുഷ്യച്ചങ്ങല കണ്ടപ്പോൾ തന്നെ അവിടുത്തെ ഭരണകൂടം പോലും ഒന്ന് ഞെട്ടിവിറച്ചിട്ടുണ്ട്. അത്രയ്ക്കും കാലം മൗനമായിരുന്നവർ തെരുവിലിറങ്ങിയെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു കാരണമുണ്ട്. ദീപു ചന്ദ്രദാസ് എന്ന യുവാവിന്റെ ക്രൂരമായ കൊലപാതകവും അതിനുശേഷം പൊട്ടിപ്പുറപ്പെട്ട ബംഗ്ലാദേശിലെ പ്രതിഷേധവും ബംഗ്ലാദേശിലെ ജീവിതത്തെ കീഴ്മേൽ മറിച്ചിരിക്കുകയാണ്. വെറുമൊരു പ്രതിഷേധം മാത്രമല്ല ഇത്, ഇന്ത്യയുടെ ശക്തമായ സപ്പോർട്ട് ഇതിന്റെ പിന്നിലുണ്ട് എന്നൊരു സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. ബംഗ്ലാദേശ് എന്ന രാജ്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത്. ഷെയ്ഖ് ഹസീന പോയപ്പോൾ ആഘോഷിച്ചവർ ഇപ്പോൾ തലയിൽ കൈവച്ചിരിക്കുകയാണ്. എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്? ഇന്ത്യ ഇതിൽ എങ്ങനെയാണ് ഇടപെടാൻ പോകുന്നത്? ബംഗ്ലാദേശ് ഇനിയും ഈ കളി തുടർന്നാൽ അവർക്ക് കിട്ടാൻ പോകുന്ന പണി എന്തായിരിക്കും? നമുക്ക് വിശദമായി പരിശോധിക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. ആദ്യം തന്നെ നമുക്ക് കാര്യങ്ങളുടെ കിടപ്പൊന്ന് മനസ്സിലാക്കാം. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട നിമിഷം മുതൽ അവിടെ അരാജകത്വമാണ്. ഒരു ഭരണകൂടം വീഴുമ്പോഴും സ്വാഭാവികമായും ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ല അവിടെ ഉണ്ടായത്. ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു വംശീയ ഉന്മൂലന ശ്രമമാണ് നമ്മൾ അവിടെ കണ്ടത്. ഇത്രയും നാളും ഷെയ്ഖ് ഹസീനയുടെ ഉരുക്കുമുഷ്ടിയിൽ ഒതുങ്ങിയിരുന്ന ജമാഅത്തി ഇസ്ലാമി പോലുള്ള തീവ്ര സംഘടനകൾ ഇപ്പോൾ അഴിഞ്ഞാടുകയാണ്. അവരുടെ ലക്ഷ്യം വളരെ ക്ലിയർ ആണ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും ഭയപ്പെടുത്തി ഓടിക്കുക, അവരുടെ സ്വത്തുക്കൾ കൈക്കലാക്കുക, ഇതൊക്കെയാണ് അവർ ചെയ്തു കൂട്ടുന്നത്. എന്നാൽ ഇത്തവണ അവരുടെ കണക്കുകൾ പിഴച്ചിരിക്കുകയാണ്. പണ്ട് 1971 അല്ലെങ്കിൽ 2001 നടന്നതുപോലെ നിശബ്ദമായി സഹിക്കാൻ ഇത്തവണ ആരും തയ്യാറല്ല. ആക്രമണം തുടങ്ങിയപ്പോൾ തന്നെ ഹിന്ദു സംഘടനകൾ സംഘടിച്ചു തുടങ്ങി. ഇനി ഒരടി പോലും പുറകോട്ടില്ല എന്ന പ്രഖ്യാപനവുമായി സനാതനധർമ്മ സംരക്ഷണ സമിതി പോലുള്ള സംഘടനകൾ രംഗത്തിറങ്ങി. ഇതാണിപ്പോൾ ബംഗ്ലാദേശിലെ തീവ്രവാദികളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നത്. ഈ ഒരു വലിയ പ്രതിഷേധത്തിന് പെട്ടെന്നുണ്ടായ ഒരു കാരണമാണ് ദീപു ചന്ദ്രദാസിന്റെ കൊലപാതകം. ആരാണ് ദീപു ദാസ്? ആരാണ് ദീപു? വെറും സാധാരണക്കാരനായ ഒരു യുവാവ്. പക്ഷേ അവനെ അവർ കൊന്ന രീതിയാണ് അവിടെയുള്ള ജനങ്ങളെ തെരുവിലിറക്കിയത്. വെറുതെ നടന്നൊരു കലാപമായിരുന്നില്ല അത്. കൃത്യമായ ടാർഗറ്റ് ചെയ്ത് പേടിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു കൊലപാതകം. പക്ഷേ ആ രക്തം വീണത് വലിയൊരു തീയിലേക്കാണ്. ആ കൊലപാതകത്തിനെതിരെ ധാക്കയിൽ രൂപപ്പെട്ട മനുഷ്യച്ചങ്ങല കിലോമീറ്ററുകളോളം നീളമുള്ളതായിരുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും പ്രായമായവരും അടക്കം കണക്കിന് ആളുകൾ. അവരുടെ കയ്യിലെ പ്ലക്കാർഡുകളിൽ ഉണ്ടായിരുന്നത് സേവ് ബംഗ്ലാദേശ് അല്ലെങ്കിൽ ഹിന്ദുസ് എന്നായിരുന്നില്ല, മറിച്ച് ഞങ്ങളുടെ അവകാശം ഞങ്ങൾ ചോദിച്ചു വാങ്ങും എന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു. ദീപുവിന്റെ മരണം ഒരു സ്പാർക്കായിരുന്നു. ആ സ്പാർക്ക് ഇപ്പോൾ ഒരു കാട്ടുതീയായി പടർന്നിരിക്കുകയാണ്. അവനെ കൊന്നവർ കരുതിയത് അതോടെ എല്ലാവരും പേടിച്ച് മാളത്തിലേക്ക് ഒളിക്കുമെന്നായിരുന്നു. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. അവിടെയുള്ള സംഘടനകൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ അവസ്ഥയിലാണ്. ഇസ്കോൺ പോലുള്ള സംഘടനകൾ അവിടെ വെറും ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല ഇപ്പോൾ ചെയ്യുന്നത്. ജനങ്ങളെ സംഘടിപ്പിക്കാനും അവർക്ക് വേണ്ട ഭക്ഷണം എത്തിക്കാനും നിയമസഹായം നൽകാനും അവർ തന്നെയാണ് മുൻപിലുള്ളത്. അവർ ഒറ്റയ്ക്കല്ല. അവർക്ക് പിന്നിൽ ഇന്ത്യ എന്ന വടവൃക്ഷത്തിന്റെ നിഴലുണ്ട് എന്നതാണ് സത്യം. ഇന്ത്യയിൽ നിന്ന് ഔദ്യോഗികമായി സൈന്യം ഇറങ്ങിയിട്ടില്ലായിരിക്കാം, പക്ഷേ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ലഭിക്കുന്ന മോറൽ സപ്പോർട്ടും ഫണ്ടിങ്ങും മീഡിയ അറ്റൻഷനും ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ എടുത്തു നോക്കൂ. എവിടെ നോക്കിയാലും ഓൾ ഐസ് ഓൺ ബംഗ്ലാദേശ് എന്ന ക്യാമ്പയിനിലാണ്. ഇതവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, തൊട്ടപ്പുറത്ത് 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ ഞങ്ങൾക്ക് കൂടെയുണ്ട് എന്ന ചിന്തയാണ് അവരെ കൊണ്ട് ഈ പോരാട്ടം നയിപ്പിക്കുന്നത്. എന്തിനാണ് ഷെയ്ഖ് ഹസീന പോയത്? അല്ലെങ്കിൽ എന്തിനാണ് അവരെ മാറ്റിയത്? ഇത് മനസ്സിലാക്കാതെ ബാക്കി കാര്യങ്ങൾ പിടികിട്ടില്ല. ഹസീന ഇന്ത്യയുമായി നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ്. അവർ ഉള്ളിടത്തോളം കാലം ബംഗ്ലാദേശിലെ തീവ്രവാദികൾക്ക് തല പൊക്കാൻ പോലും കഴിയില്ലായിരുന്നു. അത് പാകിസ്ഥാനും ചൈനയ്ക്കും അമേരിക്കയിലെ ചില പവർ സെന്ററുകൾക്കും വലിയ തലവേദനയായിരുന്നു. അങ്ങനെയാണ് ആ ഗൂഢാലോചന നടക്കുന്നത്. സംവരണം എന്ന വിഷയത്തെ മുൻനിർത്തി വിദ്യാർത്ഥികളെ ഇളക്കിവിട്ടു.
അവസാനം അത് സർക്കാർ വിരുദ്ധ കലാപമായി മാറി. ഹസീനയ്ക്ക് ജീവനും കൊണ്ട് ഓടേണ്ടി വന്നു. ഹസീന പോയ ഗ്യാപ്പിലാണ് ഈ കാട്ടാളന്മാർ ഇറങ്ങിയത്. പോലീസ് സ്റ്റേഷനുകൾ കത്തിക്കുകയും ജയിലുകൾ തുറന്നുവിട്ടും പുറത്തിറങ്ങിയ ക്രിമിനലുകൾ നേരെ പോയത് ന്യൂനപക്ഷങ്ങളുടെ വീട്ടിലേക്കാണ്. പക്ഷെ അവർ ഒരു കാര്യം മറന്നു. ഹസീന പോയെങ്കിലും ഇന്ത്യ അവിടെ തന്നെയുണ്ട്. ഇന്ത്യയുടെ കണ്ണുകൾ ഇപ്പോഴും ബംഗ്ലാദേശിന് മുകളിലുണ്ട്. ഇന്ത്യയുടെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അത് വെറും വാക്കുകളിൽ ഒതുങ്ങുന്നില്ല. ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ BSF അതീവ ജാഗ്രതയിലാണ്. പണ്ട് പോലെ അതിർത്തി കടന്ന് ഇങ്ങോട്ട് വരാൻ ആരെയും അനുവദിക്കുന്നില്ല. നിങ്ങളുടെ പ്രശ്നം അവിടെ തീർക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്ന് തീർക്കുമെന്ന ലെവലിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നൊരു സൈലന്റ് മെസ്സേജ് ഇന്ത്യ നൽകുന്നുണ്ട്. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് ഇന്ത്യ കൊടുത്ത താക്കീത് വളരെ വലുതാണ്. ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പരോക്ഷമായി പറഞ്ഞു കഴിഞ്ഞു. നയതന്ത്ര തലത്തിൽ ഇന്ത്യ ചെലുത്തുന്ന സമ്മർദ്ദം കാരണമാണ് അവിടുത്തെ ആർമി ചീഫിന് പോലും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുമെന്ന് പറയേണ്ടി വന്നത്. ഇല്ലെങ്കിൽ അവർ ഇതൊന്നും മൈൻഡ് ചെയ്യില്ലായിരുന്നു. ഇന്ത്യയുടെ ഈ പ്രഷറാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന മനുഷ്യച്ചങ്ങലകൾക്ക് പോലീസ് സംരക്ഷണം കിട്ടാൻ കാരണം. ഇനി ബംഗ്ലാദേശ് അധികം കളിച്ചാൽ കിട്ടാൻ പോകുന്ന പണി എന്താണെന്ന് നോക്കാം. ഇന്ത്യ വിചാരിച്ചാൽ ബംഗ്ലാദേശിനെ ശ്വാസം മുട്ടിക്കാൻ വെറും ഒരാഴ്ച മതി. അവരുടെ തുണി വ്യവസായത്തിലേക്കുള്ള കോട്ടൺ പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അവരുടെ കറന്റ്, ഉള്ളി, മരുന്ന്, അങ്ങനെ എല്ലാം ഇന്ത്യയിൽ നിന്ന് വേണം പോകാൻ. ഇന്ത്യ ബോർഡർ ഒന്ന് അടച്ചാൽ, എക്സ്പോർട്ട് ഒന്ന് നിർത്തിയാൽ ബംഗ്ലാദേശിൽ പട്ടിണി കിടന്ന് ആളുകൾ മരിക്കും. ഇപ്പോൾ തന്നെ അവരുടെ സാമ്പത്തിക നില പരുങ്ങലിലാണ്. ഈ അവസരത്തിൽ ഇന്ത്യ എന്ന അയൽക്കാരനെ പിണക്കിയാൽ അത് ആത്മഹത്യാപരമായിരിക്കും. ഹിന്ദു സംഘടനകൾ അവരെ ശക്തമാകുമ്പോൾ അവർക്ക് ഇന്ത്യയുടെ എക്കണോമിക് സപ്പോർട്ട് എന്ന കാർഡ് കൂടി ഉപയോഗിക്കാം. ഞങ്ങളെ തൊട്ടാൽ ഇന്ത്യ കലിപ്പിലാകും, ഇന്ത്യ കലിപ്പിലായാൽ നിങ്ങളുടെ കഞ്ഞി കൂടി മുട്ടും. ഇത് അവിടുത്തെ തീവ്രവാദികളോട് പറയാൻ ഇപ്പോൾ അവിടുത്തെ ആളുകൾക്ക് ധൈര്യമുണ്ട്. അവിടെ നടക്കുന്ന പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്ന 8 ആവശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ന്യൂനപക്ഷങ്ങൾക്കായി പ്രത്യേക ട്രിബ്യൂണൽ വേണം. അവർക്കെതിരെയുള്ള അക്രമങ്ങൾ വിചാരണ ചെയ്യാൻ പ്രത്യേക നിയമം വേണം. ദുർഗാപൂജ പോലുള്ള ആഘോഷങ്ങൾക്ക് 5 ദിവസം അവധി വേണം. ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ. പണ്ടിതൊക്കെ അവർക്ക് ചോദിക്കാൻ തന്നെ ഭയമായിരുന്നു. ഇന്ന് സ്ഥിതി മാറി. ഇത് നടപ്പാക്കിയില്ലെങ്കിൽ ധാക്ക സ്തംഭിപ്പിക്കും എന്നായി ഭീഷണി. ഈ 8 ആവശ്യങ്ങളും ഇന്ത്യയുടെ മൗനാനുവാദത്തോടെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. കാരണം ഇത് അംഗീകരിച്ചാൽ ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ അജണ്ട പൊളിയും. ഒരു മതേതര രാജ്യമായി ബംഗ്ലാദേശ് നിലനിൽക്കും. അതിനുവേണ്ടിയുള്ള ഇന്ത്യയുടെ സ്ട്രാറ്റജിക്കൽ നീക്കമാണിത്. ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ ഇപ്പോൾ ബംഗ്ലാദേശിനെ നോക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഡിപ്ലോമസി പവർ കൊണ്ട് അമേരിക്കയിലും യൂറോപ്പിലും വരെ ഈ വിഷയം ചർച്ചയാക്കാൻ സാധിച്ചു. ന്യൂയോർക്കിലും ലണ്ടനിലും വരെ ബംഗ്ലാദേശി ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രകടനങ്ങൾ നടക്കുന്നു. ഇതിനൊക്കെ പിന്നിൽ ഇന്ത്യയുടെ ശക്തമായ ലോബിയിങ് ഉണ്ട്. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനുസ് വിദേശത്ത് പോകുമ്പോൾ അവിടെയും ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നു. നിങ്ങളുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത്? അത് തന്നെയാണ് ലോകം ചോദിക്കുന്നത്. അതിനു മുമ്പിൽ ഉത്തരം മുട്ടുകയാണ് അവർക്ക്. ഇന്റർനാഷണൽ ഇമേജ് തകർന്നാൽ പിന്നെ വിദേശ സഹായം കിട്ടില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇന്ത്യയെ പിണക്കാതെ, എന്നാൽ തീവ്രവാദികളെ പേടിച്ചൊരു നടുക്കടയിൽപ്പെട്ട അവസ്ഥയിലാണ് അവരുടെ ഭരണകൂടം. ഇനിയൊരു യുദ്ധമുണ്ടാവുമോ എന്ന് തന്നെ നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. ഇത് തന്നെയാണ് പലരുടെയും സംശയം. ഇന്ത്യ നേരിട്ടൊരു യുദ്ധത്തിന് പോകാൻ സാധ്യത കുറവാണ്. പക്ഷേ സിവിൽ വാർ അല്ലെങ്കിൽ ആഭ്യന്തര യുദ്ധം അവിടെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഹിന്ദുക്കൾ തിരിച്ചടിക്കാൻ തുടങ്ങിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അങ്ങനെ വന്നാൽ സ്വന്തം ജനതയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അതിർത്തിയിലെ സുരക്ഷ മുൻനിർത്തി ഇന്ത്യക്ക് ബംഗ്ലാദേശിന്റെ ഉള്ളിലേക്ക് കയറേണ്ടി വരും. 1971 സംഭവിച്ചതുപോലെ ഒരു ഇടപെടൽ നമുക്ക് കാണാം. പക്ഷേ ഇത്തവണ ലക്ഷ്യം രാജ്യം വെട്ടിമുറിക്കലല്ല, മറിച്ച് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായ ശക്തികളെ അവിടെ വെച്ച് തന്നെ ഒതുക്കുക എന്നതായിരിക്കും. ദീപു ചന്ദ്രദാസിനെ പോലെയുള്ളവരുടെ മരണം വെറുതെയാകില്ല. അതൊരു വലിയ മാറ്റത്തിന് തുടക്കമിട്ട് കഴിഞ്ഞു. ഈ പ്രക്ഷോഭങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്താണെന്നാൽ, ഞങ്ങൾ ഈ മണ്ണിന്റെ മക്കളാണ്, ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല എന്നത് തന്നെയാണ്. പണ്ടുകാലത്ത് ആക്രമണം നടക്കുമ്പോൾ പാസ്പോർട്ടും എടുത്ത് ഇന്ത്യയിലേക്ക് ഓടി വന്നവരായിരുന്നു അവർ. ഇന്ന് അവർ കയ്യിൽ വടിയും എടുത്ത് വീടിന് കാവൽ നിൽക്കുന്നു. ഇന്ത്യ സപ്പോർട്ട് തരുമെന്ന വിശ്വാസം അവർക്കുണ്ട്. ആ വിശ്വാസം തന്നെയാണ് അവരുടെ കരുത്ത്. ഇന്ത്യയിലെ ഓരോ ഹിന്ദു സംഘടനകളും ഓരോ പൗരനും അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയാണ്. കൊൽക്കത്തയിലും ഡൽഹിയിലും നടക്കുന്ന പ്രതിഷേധങ്ങൾ ധാക്കയിലെ തെരുവുകളിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന വെറും ഒരു കലാപമല്ല, അതൊരു നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ദീപു ചന്ദ്രദാസ് എന്ന പേര് ഇനി അവിടെ ഒരു വികാരമായിരിക്കും. ഇന്ത്യ എന്ന രാജ്യം തൊട്ടടുത്ത് ഉള്ളിടത്തോളം കാലം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ തൊടാൻ തന്നെ അവർ ഒന്ന് മടിക്കും. കാരണം കളി കാര്യമായാൽ ഇന്ത്യ എടുക്കുന്ന നിലപാട് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ ഭൂപടം തന്നെ മാറ്റാൻ കെൽപ്പുള്ളതാണ്.
അധിക പ്രസംഗം കാണിച്ചാൽ കറണ്ട് കട്ട് ചെയ്യും, വെള്ളം തടയും എന്ന നിലയിലേക്ക് ഇന്ത്യ മാറിയാൽ തീരാവുന്നതേ ഉള്ളൂ അവരുടെ അഹങ്കാരം. പക്ഷേ ഇന്ത്യ ഇപ്പോഴും ക്ഷമിക്കുകയാണ്, നോക്കി നിൽക്കുകയാണ്. ആ ക്ഷമയെ ദൗർബല്യമായി കാണരുത് എന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ബംഗ്ലാദേശിലെ ഈ സംഭവ വികാസങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇന്ത്യ ഇതിൽ കൂടുതലായി ശക്തമായി ഇടപെടണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ദീപു ചന്ദ്രദാസിനും അവിടെ കൊല്ലപ്പെട്ട നൂറുകണക്കിന് ആളുകൾക്കും നീതി കിട്ടാൻ വേണ്ടി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ലോകം സത്യമറിയട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.